ഞാൻ റിസ്വാൻ. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് ചലഞ്ചില് ഞാനാണ്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പവും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ്. അപ്പം എങ്ങനെയാണ് നോക്കാം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. പാല്, അരിപ്പൊടി, പഞ്ചസാര, ഏലക്കാപ്പൊടി. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരുടെയും വീട്ടിലെ ഈ സാധനം എന്തായാലും കാണുമല്ലോ. അപ്പം ഇനി നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. അപ്പൊ നമുക്കിത് ചൂടാകുമ്പോ നമ്മുടെ അരിപ്പൊടി ഇതിൽ ഇട്ട് ചൂടാക്കണം. അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ അരിപ്പൊടി 3 കപ്പ് അരിപ്പൊടിയാണ്. അപ്പൊ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നൈസ്ലി ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്താം. അതിനും പറയുന്നതാണ് ചൂടാക്കി എടുക്കാം എന്ന് പറയും. പരത്താം എന്നല്ല പറയണത്, പരത്തേണ്ട ദോശയാണ്. ദോശ ഇങ്ങനെ എല്ലായിടത്തും ആവാൻ. നമ്മുടെ ഇന്നലത്തെ റെസിപ്പി ഇല്ലേ, ഇന്നലെ കാണിച്ചതില് ആരും എനിക്ക് കമന്റ് എഴുതി, റിസ്വാനിന്റെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കയ്യും കാലും ഒന്നും കഴുകാതാണ് ആഹാരം കഴിച്ചതെന്ന്. പക്ഷെ അവര് സ്കിപ്പ് ചെയ്ത് കണ്ടെന്ന് തോന്നുന്നു. കാരണം റിസ്വാൻ സ്കൂളിൽ പോകാൻ റെഡിയായി ഒരുങ്ങി നിൽക്കായിരുന്നു. 8:15 മണി നമ്മൾ കാണിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് നമ്മളെ 3ാമത്തെ കുക്കിംഗ് ചലഞ്ചാണ്. എനിക്ക് മറ്റേ ഇൻട്രോ ഇതിലിടണം. മറ്റേ ആദ്യം ഇട്ട ഞാൻ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇടൂലേ, ആ ഇൻട്രോ ഈ വീഡിയോന്റെ തുടക്കം ഇടണം. അഡ്വർടൈസ്മെന്റ്. എന്റെ ഇളക്ക് കണ്ടു കഴിഞ്ഞാൽ ഉമ്മ വാങ്ങിച്ച ഇളക്ക് മിക്കവാറും. അങ്ങനെയല്ല ഇളക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇളക്കും. ഞാനും ചെയ്തോണ്ടിരുന്നത്. രണ്ടിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് ചൂടാക്കാനുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. നിന്റെ റെസിപ്പി അല്ലേ. ഇതില്ലേ നന്നായിട്ട് ഇളക്കണം. ഇത് മറ്റേ പച്ചരി പൊടിയാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സൈഡൊന്നും ഇളകുന്നില്ല, ഇതൊന്നും പോരാ ഈ കുക്കിംഗ് ക്ലാസ്സിൽ വിടേണ്ടിയിരിക്കുന്നതിന്. ഇത് എന്റെ റെസിപ്പി ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇതെന്താ അവലോ സുടിയാടെ എല്ലാം നമ്മൾ നന്നായിട്ട് തട്ടണം. അപ്പൊ നമ്മൾ തണക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ 3 കപ്പ് എന്നാണ് പറഞ്ഞത്, ശരിക്കും 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇടാനുള്ളത്. നമ്മൾ തട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ എങ്ങനെ ഇതെപ്പോഴും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഇവ എന്തോ അതിൽ പറഞ്ഞത്. അല്ലല്ല, ഇത് സ്കിപ്പ് ചെയ്യാതെ ഇവര് കാണണം, അല്ലെങ്കിൽ എന്തറിയാവോ. അരിപ്പൊടി ചൂടാക്കാൻ വെച്ച അതേ പാൻ തന്നെയാണ് നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ 3 കപ്പ് പാൽ എടുത്തിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാ 1.5 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് പാല് വെച്ച്. അപ്പൊ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ചൂടായി അതിരുന്നിരുന്നു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. നെയ്യെന്ന് മലയാളത്തിൽ പറ. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നോക്കി നോക്കി നെട്ടിപ്പോകുമ്പോ ഉണ്ടാക്കി തീരുമ്പോ പാല് ഇത്രയും മതിയാ. പായസത്തിനാണെങ്കിൽ പാല് പോരാ. ഇത് പാല് കഴിക്കുമ്പോ ഞെട്ടോ, കഴിക്കുമ്പോ നെട്ടു. ഈ പായസമാണെങ്കിൽ ഇത്രയും പാല് പോരാ. പായസമല്ല, ഞാൻ അരിപ്പൊടി അറിയാതെ മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞാണ്. ഇനി മിസ്റ്റേക്ക് വരില്ല. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാൻ. നമ്മുടെ വീട്ടിൽ ഇത്രയും മതി. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പായസം തന്നെ ഇത് അല്ല, പായസം അല്ല, നോക്കിക്കോ, ഇത് ഉമ്മാക്ക് ഇഷ്ടപ്പെടും. ഏകദേശം തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫ്ലെയിം കുറയ്ക്കാം. ഇനി നമ്മൾ ഇടാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കിയ അരിപ്പൊടി ഇല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിട്ട് ഇത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യണം. മറക്കല്ല്, ലോ ഫ്ലെയിം ആയിരിക്കണം. ഇട്ടോളൂ. നല്ല വൃത്തി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇട്ടോളൂ. സമി ഒന്ന് വാങ്ങിച്ച് ഇളക്കി കൊടു സമി. അവന്റെ ഇളക്കിലൊന്നും ഇതാവൂല. അതെ, നിങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന്? വേണ്ട, നിന്റെ ഈ കാണിപ്പ് മനസ്സിലാവും. എന്തോരം മനസ്സിലായപ്പോ
അല്ല പറഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം അപ്പൊ മനസ്സിലായി കാണുമെന്ന്. അല്ല, ഇതിങ്ങനെ ഇടിയപ്പത്തിനല്ലല്ലോ. അപ്പൊ ഇതേപോലെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. നെയ്യ്. മലയാളികളെ പോലെ വർത്തമാനം പറയ്. നെയ്യ്. ഇനി ഫുൾ മിക്സിംഗിലാണ്. അപ്പൊ നീ മിക്സ് ചെയ്യ്. അല്ല ഉമ്മ ഇനി ഉമ്മ ഇരിക്കുമ്പോ ഞാൻ മിക്സ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ. ഇതിപ്പോ ഉമ്മ ഇരിക്കല്ലേ. അപ്പൊ ഈ പരുവാകുമ്പോ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് വെച്ചാൽ ഞാൻ ഫ്രഷ് മിൽക്കാണ് ഉപയോഗിച്ചത്, നമ്മുടെ തേങ്ങാപ്പാലല്ല. അപ്പൊ അത് നോട്ട് ചെയ്തോളാം. ഓക്കെ. എന്നാലും നമുക്കിതാ ഇത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പൊ ഞാൻ കൈ കഴുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാ എന്റെ കയ്യില് കുറച്ച് നെയ്യ് ഒന്ന് ഇടണം. ഇത്രയും മതി. എന്നിട്ട് ഉരുട്ടണം. ഇത് കുറച്ചൊന്ന് എടുക്കണം. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. നല്ല സോഫ്റ്റ് ആയ സംഭവം. അതിലേ പറഞ്ഞേ ചൂടല്ലേ. വിചാരിച്ചണക്ക് എത്തണില്ല. പക്ഷെ നല്ല പദം വന്നു. അപ്പൊ മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം അല്ലേ? അതിന് സ്കിപ്പ് ചെയ്യാതെ കാണണം. 1.5 കപ്പ് അരിപ്പൊടിക്ക് എനിക്ക് തോന്നുന്നു 3 കപ്പ് പാല്. ഇവൻ പർപ്പസിൽ ചെയ്തെന്ന് തോന്നുന്നു. അവന്റെ സ്കിപ്പ് ചെയ്യാൻ കാണാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞാൻ ഇതൊന്നും കഴിച്ചോട്ടെ. ഇത് തീരും ഇങ്ങനെയാണെങ്കിൽ. ഇതൊരു കേസരിയുടെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഇനി തീർന്നില്ല, ഇനി നോക്കിയോ. ഇനി എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാ അപ്പൊ നമുക്ക് ഇതിൽ ഒരു ചെറിയ പോർഷൻ എടുക്കാം. നമുക്കൊന്ന് ഉരുട്ടാം. ഇതേപോലെ എടുത്തിട്ട് ഇവിടെ വെക്കാം. നിങ്ങൾക്ക് ഇതേപോലെ ഏത് മോൾഡ് വേണമെങ്കിലും എടുക്കാം. അടപ്പായാലും മതി. അപ്പൊ ഞാൻ ഇതാണ് ആദ്യം എടുത്ത് കാണിക്കാൻ പോണത്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഗീ ഇടാം. ഇതിട്ടിട്ട് നമുക്കൊന്ന് പരട്ടാം. ഇതുപോലെ. അപ്പൊ നമ്മൾ ഇതിലെടുക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം നെയ്യ് എടുക്കണം. എല്ലാ സൈഡിലും നന്നായിട്ട് പരട്ടണം. എന്നിട്ട് നമ്മളൊരു ചെറിയ പീസ് എടുത്ത് എക്സസ് ഉള്ളതൊക്കെ മാറ്റി എടുക്കാം. ചെറിയ ബോൾ എടുത്താൽ മതി. അപ്പൊ കറക്റ്റ് അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, അതിൽ മുകളിലൊരു ഡിസൈനും കണ്ട, അങ്ങനെയും പറ്റും. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തിട്ട് നമ്മൾ സ്നാപ്പില് പെട്ടെന്ന് എല്ലാം വരും. അപ്പൊ ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഐഡിയ വന്ന് കളർ ഇട്ടാലാന്ന്. അപ്പൊ ചിലപ്പോ ഞാൻ ഇതിന്റെ കളർ മാറ്റും. അപ്പൊ ഞാൻ ഇടാൻ പോകുന്നത് പെർമിറ്റഡ് ഗ്രീൻ കളർ. ഇല്ല ഇത്രയും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ സൂക്ഷിക്കാനുള്ളതെന്ന് വെച്ചാൽ പെർമിറ്റഡ് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാത്ത ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നല്ല രസമല്ലേ കാണാൻ. അപ്പം ഇത് നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെ നമ്മൾ ഷേപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഷേപ്പ് എന്ന് വെച്ചാൽ A മോൾഡ് വെച്ചാണ്. ഈ ചെറുത് കണ്ടോ, അത് വെച്ചാണ് ഞാൻ ഇനി ചെയ്യാൻ പോണ. ചെറിയ ആദ്യം ഗീ ഇടാൻ മറക്കല്ലേ. ഗീ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇളക്കാൻ പാടായിരിക്കും, ഇളകി വരാൻ. എന്നിട്ട് ഈ ഒരു ചെറിയ പീസ് നമ്മളൊന്ന് സർക്കിൾ ചെയ്ത് ഇതിൻ്റെ അകത്തിടണം. എക്സസ് വന്നാൽ കുഴപ്പമില്ല, എക്സസ് വന്നാൽ കുഴപ്പമില്ല, അത് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് അടിപൊളി അടിപൊളി ഷേപ്പ്. എന്നിട്ട് ഇത് നമുക്ക് സൈഡ് ഡെക്കറേഷൻ ആയിട്ട് വെക്കാം. ഇതുപോലെ തന്നെ നമുക്കിനി ഉണ്ടാക്കാമല്ല. ഈ വെള്ളം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഇതിന് എടുപ്പ് വരുന്നത്. അത് കളറാക്കുന്നു പറഞ്ഞ് കളറാക്കുന്നില്ലേ? അല്ല, ആക്കും, പിന്നെ ആക്കും. അത് ഇപ്പം എനിക്ക് ഇനി വേറെ ജോലിയുണ്ട് ചെയ്യാൻ. എല്ലാവർക്കും ഈ അടിപൊളി റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച് ഞാൻ സ്റ്റോറി ഇടാം, എന്റെ സ്റ്റോറി ആയിട്ട് ഇടാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കുക ഭയങ്കര സിമ്പിൾ ആയിരുന്നു.
അപ്പം അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഭാഗമായുള്ള ഒന്നാണ്. നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ മുഴുകിയവരായതുകൊണ്ട് അത്തരം മേഖലകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആ മേഖലകളിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടാകും. പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 1970 കാലഘട്ടത്തിൽ വരെ നിർമ്മിച്ച പ്രത്യേക സാഹചര്യത്തിൽ വല്ലാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ ലോക്ക്ഡൌണിന് ശേഷം നമ്മൾ പോകുമ്പോഴേക്ക് നമുക്ക് ചില തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. താങ്ക് യു സമീറ. സമീറയുടെ ചോദ്യത്തിനും നിർദ്ദേശത്തിനും ശേഷം ഇനി ശ്രീ രതീഷ് ആർ മേനോനാണ്. അതിനുശേഷം ഓൺലൈനായി സുജിത് ഭക്തനെത്തും. രതീഷിലേക്ക്. യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ തന്നെ കുറെ കൊച്ചുകുട്ടികൾക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ചെയ്ത് ഇടണമെന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്തിടാൻ കുറെ കുട്ടികൾക്ക് ആരും കാണില്ല. അപ്പോൾ സ്കൂളിൽ എങ്ങനെ വീഡിയോസ് ഒക്കെ പിടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ സ്കൂളിലും കൂടെ അവസരം കൊടുക്കുക മുഖ്യമന്ത്രി. സ്കൂളിൽ പഠിപ്പിക്കണം അല്ലേ? നോക്കാം. ഞാൻ സ്കൂളുകളിൽ വീഡിയോ പരിശീലിപ്പിക്കാൻ ആളുകൾ വേണമെന്നല്ലേ പറയുന്നത്. നമുക്ക് നോക്കാം. സ്കൂളുകളിൽ വീഡിയോ മേക്കിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കണം എന്നുള്ളതാണ് ശങ്കറിന്റെ അഭിപ്രായം. അത് നോക്കാം എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇനിയും കുറേ പേര് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. നല്ല നിർദ്ദേശങ്ങളാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളും സർക്കാർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ചെലവഴിക്കാൻ തയ്യാറായതിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. നന്ദി. ഫസ്റ്റ് ടൈം
നമ്മളിവിടെ തിരുവനന്തപുരംകാരാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യണത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഉണ്ടാവുന്ന എന്ത് ചെയ്തിട്ടൊന്നും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇന്ന് എന്തായാലും ആളിനെ പിടിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇത്ര വർഷത്തിനുള്ളിൽ ഇതുവരെ ഞങ്ങൾ നേരത്തെ ഉണ്ടില്ല. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും പേരിന്റെ ഇടയിൽ ഒരു എച്ചേ ഉള്ളൂ, അത്രയും വ്യത്യാസം. കുറഞ്ഞു പോയോ എന്നൊരു സംശയം. കാലിൽ റെഡ് ഷൂസ്, ജാക്കറ്റ്, നമ്മളെവിടെ വന്നാലും ഇപ്പൊ മാറി നിൽക്കട്ടെ, നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കട്ടെ, പെട്ടെന്ന് തിരിച്ചറിയണം ആരെവിടെ കണ്ടു കാർത്തിക് എന്ന്